ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കരിസ്മാറ്റിക് നവീകരണം തീയാണ്, അത് കാട്ടുതീയാവരുത്. ഇങ്ങനെ പറഞ്ഞത് കരിസ്മാറ്റിക് നവീകരണത്തെ അടുത്തനുഭവിച്ച കൊല്ലം മെത്രാനായിരുന്ന ബിഷപ്പ് ജെറോം ഫെർണാണ്ടസ് പിതാവാണ്. കരിസ്മാറ്റിക് നവീകരണത്തെ ദൈവ നന്മയ്ക്ക് ഉതകുന്നവണ്ണം സഭയുടെ നവീകരണത്തിനായി വളർത്തി വലുതാക്കുക എന്നത് എക്കാലത്തെയും സ്വപ്നമായിരുന്നു അഭിവന്ദ്യ ജെറോം ഫെർണാണ്ടസ് പിതാവിൻ്റെ. അതുകൊണ്ടാണ് ക്രാന്തദർശിയായ അദ്ദേഹം കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കേരള സർവീസ് ടീം വേണമെന്ന് നിർബന്ധം പിടിച്ചത്. അങ്ങനെയാണ് 1976 തന്നെ കേരളത്തിൽ കേരള സർവീസ് ടീം കരിസ്മാറ്റിക് നവീകരണത്തെ സേവിക്കാനായി രൂപം കൊണ്ടത്. കാലാകാലങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സർവീസ് ടീമുകളുടെ ചെയർമാന്മാരായിരുന്ന വൈദികരെയും അവരുടെ നവീകരണ ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് മോസസ്. ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് 1991 മുതൽ 95 വരെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ KSTയുടെ ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് പാലാട്ടി CMI അച്ഛനാണ്. അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളും നവീകരണ ദർശനങ്ങളും അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നമ്മുടെ നാഥൻ്റെ സവിധത്തിലേക്ക് ചേർക്കുന്ന യുഗാന്ത്യ ശുശ്രൂഷയാണ് സുവിശേഷ പ്രഘോഷണം. ഈ സ്വർഗീയ പദ്ധതിയുടെ കൈവപ്പ് ലഭിച്ചവരാണ് ഓരോ സുവിശേഷ വേലക്കാരനും. ഓരോ കാലഘട്ടങ്ങളിൽ നവീകരണ ജനതയെ തിരുസഭയോട് ചേർത്ത് കരം പിടിച്ചു നയിക്കാൻ ദൈവം നിയോഗിച്ച ജീവിതങ്ങളാണ് ഇവർ. ഇത് 1991 മുതൽ 95 വരെ കേരള കരിസ്മാറ്റിക് മുന്നേറ്റത്തെ പ്രകാശധാരയിൽ നയിച്ച ചെയർമാൻ ഫാദർ ജോസ് പാലാട്ടി CMI. ഹൃദയത്തിൽ കരിസ്മാറ്റിക് എന്ന തീക്കനൽ അഭിഷേകമായി ഏറ്റെടുത്ത വൈദികൻ, ആഗോള സഭയിൽ വീശിയ നവീകരണ കൊടുങ്കാറ്റിനെ സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ പുരോഹിതൻ, ഇന്നും സുവിശേഷത്തിൻ്റെ ധീര പടയാളികൾക്ക് വേണ്ട കരുത്തും ബോധ്യങ്ങളും പകർന്നു നൽകിക്കൊണ്ട് നമുക്ക് മുന്നിൽ തളരാതെ നിലനിൽക്കുന്ന ഈ വൈദികൻ തന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമുക്ക് മുന്നിൽ സ്മരിക്കുന്നു. മോസസ് എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അച്ഛനോടൊപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന ഈ സമയം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമാണ്. അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളും കരിസ്മാറ്റിക് നവീകരണ രംഗത്തെ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും ഒക്കെ കേൾക്കാൻ എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഞങ്ങൾ പാലാട്ടിയച്ഛനെക്കുറിച്ച് പാലാട്ടിയച്ഛൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അച്ഛനെ വളരെ വ്യക്തിപരമായിട്ട് അറിയാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ വീടും വീട്ടുകാര്യങ്ങളും അച്ഛൻ്റെ ബാല്യകാലമൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിൽ കറുകുറ്റി ഗ്രാമത്തിലാണ്. അപ്പച്ചൻ, അമ്മച്ചി, 5 പെങ്ങന്മാർ, ഞാനൊരു മകനാണ്. അച്ഛൻ ഇളയാളോ അതോ? ഇളയതിന് മുകളിലുള്ളത്. 4 പെങ്ങന്മാർ കഴിഞ്ഞിട്ട് ഞാൻ 5ാമത്തെ ആൾ. ആദ്യ മകനെ മകൾ എന്തോ കിട്ടിയത് ദൈവത്തിനനുസരിച്ച് അമ്മ അതൊക്കെ എടുത്തു. പക്ഷെ 2ാമത്തെ ഒരു ആൺകുട്ടിയായ കൊള്ളാമെന്ന് വിചാരിച്ച് അമ്മ പ്രാർത്ഥിച്ചു എന്നാണ് അമ്മ പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് പെൺകുട്ടിയായിപ്പോയി. 3ാമത്തേലും നേർച്ച തുടർന്നു. ആൺകുട്ടിയാണെങ്കിൽ യൗസേപ്പിതാൻ്റെ പേര് കൊടുത്തോളാണ്. അതും മറിച്ചായിപ്പോയി. എന്നാലും അമ്മ ഭക്താശയായില്ല. 5ാമത്തെ ഇതുപോലെ എന്നെ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നൊവേന പൂർത്തിയാക്കി. നൊവേന നടത്തിക്കൊണ്ടിരുന്നു. പേര് യൗസേപ്പിതാന് കൊടുക്കുക, നേർച്ച വീണ്ടും ആവർത്തിച്ചു. ഏതായിരുന്നാലും ആ മെയ് മാസത്തിൽ
അമ്മ പൂർണ്ണ ഗർഭവതിയായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ മാതാവിനോട് അതിമാത്ര ഭക്തിയുണ്ട്, യവസപിതാവിനോടുണ്ട്, ഇവരുടെയൊക്കെ വണക്കമാസമുണ്ട്. മാതാവിന് വണക്കമാസമാണ് ഏറ്റവും കേമമായിട്ട് ആഘോഷിക്കുക. അപ്പോൾ ആ മാസം അമ്മ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വണക്കമാസം കാലം കൂടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ ഒരു വീട്ടിൽ ആഘോഷമാകുമ്പോൾ പല വീട്ടുകാരൊക്കെ വരും. അപ്പം അന്ന് വൈകിട്ട് കറുകുറ്റിയിൽ സാധനങ്ങൾ മേടിക്കാൻ പാടാം, അങ്കമാലി പോകണം. അപ്പോൾ അപ്പം ഉച്ച തിരിഞ്ഞ് ഞാൻ അങ്കമാലി പോയി ഇച്ചിരി പടക്കവും ഇറച്ചിയും ആഘോഷം കൂട്ടാൻ വേണ്ടി മേടിക്കാൻ പോയതാണ്. തിരിച്ചു വന്നപ്പോൾ അപ്പം പറയാം, ഒരാന്തരി ഇല്ലാതായി പോയല്ലോ ഈ പടക്കം കെട്ടാനായിട്ട്. അങ്ങനെ ഭക്തരായിട്ടിരിക്കുമ്പോഴാണ് ഇളപ്പൻ്റെ അനിയൻ്റെ 2 നാമക്കൾ ഓടിയെത്തി. സന്ധ്യ ആയപ്പോഴേക്കും അവർ കൂടി പടക്കം കെട്ടി കഴിഞ്ഞ് ഒരുങ്ങിയിരിക്കുമ്പോൾ അമ്മ ഈ രംഗം കാണാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് വന്നതാണ്. അപ്പോഴുടെ മുറ്റത്ത് അത് ഇച്ചിരി കാടും പടലൊക്കെ ഉണ്ട്, എളുപ്പ താമസ വീടല്ലായിരുന്നു അന്ന്. അപ്പോൾ ഒരു പാമ്പ് മൂർഖൻ മുറ്റത്ത് വന്ന് അമ്മ കണ്ടിങ്ങനെ തലയെ കൈവച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവൻ തീർത്താൽ മതി. അമ്മ ഒരു പ്രകാരത്തിൽ സ്വരത്തിൽ പറഞ്ഞു പാമ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആടിക്കൊണ്ടിരിക്കുക. അപ്പൻ ഉടനെ തന്നെ വടിയെടുത്തിട്ട് നീ ഉണക്കവാസം കാലം ഇവിടെ വന്നിരിക്കുകയാടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓടാൻ തുടങ്ങി. അടിച്ചു വന്നു. അതോടുകൂടി പിള്ളേർ പടക്കവും പൊട്ടിച്ചു. അമ്മ അകത്തേക്ക് പോയി, ഞാൻ പുറത്തേക്ക് പോകുന്നു എന്നാണ് ഐതിഹ്യം. തീർച്ചയായിട്ടും അച്ഛൻ ഒരു വലിയ പ്രാർത്ഥനയുടെയും അതിലുപരി എനിക്ക് മാതാവിനോട് ഒത്തിരി ഭക്തിയുണ്ട്. അതൊരു പാമ്പിനെ പേടിയുണ്ട് ഇപ്പോഴും. വിശ്വാസത്തിൻ്റെയും രൂപപ്പെട്ടത്. തീർച്ചയായിട്ടും അച്ഛൻ സെമിനാരിയിൽ ചേർന്ന വർഷം 57 SSLC പാസ്സായിരുന്നു. അപ്പോൾ 54 8ാം ക്ലാസ്സിലേക്കാണ് ചേരുന്നത് വാഴക്കുളത്ത്. ഇന്ന് യോഗാർത്ഥി ഭവനം എന്ന് പറയും. ഇന്നിപ്പോൾ ആ സ്ഥിതി ഇല്ല, SSLC കഴിഞ്ഞിട്ട് എടുക്കാറ്. അപ്പോൾ അന്ന് തന്നെ അച്ഛനാകാനുള്ളൊരു ഭവനയിലാണ്. 4ാം ക്ലാസ്സിൽ വെച്ച് കുർബാനയ്ക്ക് വിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇടവപ്പള്ളിയിൽ. അപ്പോൾ അതിരാവിലെ അമ്മ പള്ളിയിൽ പോകും, ഞാനും പോകും. അപ്പോൾ ഒരിക്കലും അച്ഛൻ്റെ പ്രസംഗം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു മാത്രമല്ല, ഞാൻ ഇത്തിരി കളിയാക്കുന്ന മാതിരിയിൽ വാഴക്കൈ ഉണങ്ങി കിടപ്പുണ്ട്, മയമുള്ളതാണ്. അതിങ്ങനെ എടുത്തിട്ട് ഇല്ലി പട്ടിൽ വെട്ടിയതിൻ്റെ മുകളിൽ കുറ്റി പെടസിൽ പോലെ സ്റ്റാൻഡ് പോലെ കയറി ഇരുന്നിട്ട് അച്ഛനെ പ്രസംഗം ഞായറാഴ്ച പ്രസംഗം ആവർത്തിച്ചു. അമ്മ വടിയെടുത്ത് ഓടി വന്നു, നീ അച്ഛനല്ല മെത്രാനാകുമെന്ന് പറഞ്ഞു. അടി കൊണ്ടില്ല, അമ്മ സാധനം തല്ലാറില്ല. എങ്കിലും എനിക്ക് അന്നേ തന്നെ ഊറാലിടാൻ ആഗ്രഹവും പ്രസംഗിച്ചാൽ കൊള്ളുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കളിച്ച് തന്നെയാണ് വീട്ടിൽ എതിർപ്പുണ്ടായിട്ട് ഞാൻ 8ാം ക്ലാസ്സിലേക്ക് പോയത്. ഇന്ന് കൊയന്തയിൽ അച്ഛന്മാരാണ് താല്പര്യമെടുത്ത് കൊണ്ടുപോയത് തന്നെ. പൗരോഹിത്യം സ്വീകരിച്ച വർഷം 71 ജനുവരി 3 ശാവർപിതാവിൻ്റെ 100ാം ചരമവാർഷികം മാതാനത്ത് വെച്ചായിരുന്നു. ഞങ്ങൾ 33 പേര്. അപ്പോൾ അച്ഛൻ ചെറുപ്പം മുതലേ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഈശോയ്ക്ക് വേണ്ടി അച്ഛനാകുക എന്നുള്ളത്. അങ്ങനെ അച്ഛനെ കർത്താവ് പുരോഹിതനാക്കി. കരിസ്മാറ്റിക് നവീകരണത്തിലേക്കുള്ള അച്ഛൻ്റെ ആ ഒരു ആകർഷണം. ഞാൻ 74, 75, 76 ബെൽജിയത്ത് പഠിക്കുക. തിയോളജി ഓർ റിലീജിയസ് ലൈഫ് ബ്രസൽസിൽ കോഴ്സ് സെറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ലുവൈനിൽ കാത്തലിക് യൂണിവേഴ്സിറ്റി ലുവൈനിൽ MA പ്രോഗ്രാം ചെയ്തു. രണ്ടും കൂടി മിക്കവാറും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ 76 അമേരിക്കയിൽ പാസ്റ്റർ വർക്ക് പോയതാണ്. 2 മാസത്തെ സമ്മർ വെക്കേഷനാണ്. ബെൽജിയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെക്കേഷന് പോയതാണ്. അപ്പോൾ അവിടെ ഒരു പള്ളി എനിക്ക് കിട്ടി സഹായിക്കാൻ. അവിടെ ന്യൂയോർക്കിൽ കോപ്പ് സിറ്റി എന്ന് പറഞ്ഞ് പുതുതായിട്ട് തുടങ്ങിയൊരു സിറ്റിയാണ്. ചതുപ്പ് നിലം ഉയർത്തിയെടുത്തതാണ്. അവിടെ സെൻറ്റ് മൈക്കിൾസ് പള്ളിയുണ്ട്. അവിടെയായിരുന്നു എനിക്ക് പാസ്റ്റർ വർക്ക് കിട്ടിയത്. അപ്പോൾ ഒരു ദിവസം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ചു പറഞ്ഞു, ഫാദർ ജോസ് ടുഡേ വി ഹാവ് കരിസ്മാറ്റിക് പ്രയർ മീറ്റിംഗ് ആദ്യം പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ എന്ത് പ്രയർ മീറ്റിംഗ് ആണ്? അപ്പോൾ കരിസ്മാറ്റിക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചത് പന്തക്കുസ്ത ബഹളമാണെന്ന് വിചാരിച്ചു. ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. അത് ഈ കരിസ്മാറ്റിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബെൽജിയത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ കാർഡിനൽ സ്യൂവനൻസ് അതിശക്തരായ കർദിനാളാണ്. നവീകരണത്തിൻ്റെ എല്ലാ കോർഡിനേറ്ററും ആയിരുന്നു. അദ്ദേഹമാണ് വത്തിക്കാൻ കൗൺസിലിൽ യോഹന്നാൻ മാർപ്പാപ്പയുടെ വലങ്കയായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരി ചൈതന്യം ഇതിനകത്തുണ്ട് നവീകരണത്തിൽ. അപ്പോൾ അദ്ദേഹമാണ് യൂറോപ്പിൽ അമേരിക്കയിലെല്ലാം കൂടി ഒരു നേതാവ് എന്നതിൽ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ശ്രദ്ധേയമാണ്. പക്ഷേ അദ്ദേഹം നടത്തിയ പ്രയർ മീറ്റിങ്ങിലോ പ്രസംഗത്തിലോ ഞാൻ പങ്കെടുത്തിട്ടില്ല. അന്ന് 2 എടുത്ത കോഴ്സിൻ്റെയൊക്കെ ഫ്രഞ്ച് പഠിക്കണം, അതിൻ്റെ ഒരുക്കുകളും മറ്റ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. ഏതായാലും വെക്കേഷന് വേറൊരു പടിയില്ല. അപ്പോഴാണ് അമേരിക്കയിൽ പോയത്. അപ്പോൾ ഈ വിചാരിച്ചത് പറഞ്ഞപ്പോൾ ഞാൻ പരീക്ഷണാർത്ഥമൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും ഉള്ളിലിരിപ്പോൾ അതായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ പള്ളിയുടെ താഴെ ഒരു ബേസ്മെൻ്റ് ഉണ്ട്. ആ
അവിടെ 1-2 പേര് വന്നു. പിന്നെ അവസാനം ഒരു 10-13 പേരായി വികാരിച്ചനുണ്ട്. വിചാരിച്ചിട്ടുണ്ട്. അത് 76 ജൂലൈ 27 ചൊവ്വാഴ്ചയാണ്, കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അച്ഛൻ്റെ ആദ്യത്തെ പ്രയർ മീറ്റിംഗ്. അപ്പോൾ അവരെനിക്ക് കസേര വലിച്ചു തന്നു. അങ്ങനെ വെക്കേഷൻ പരിപാടി കാര്യങ്ങളും വീട്ടിലെ വിശേഷം പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു ലെറ്റസ് പ്രേ, ലെറ്റസ് സിങ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ ഗിറ്റാർ എടുത്ത് കൊട്ടാൻ തുടങ്ങി. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നെ മട്ട് മാറുക, അതായത് വർത്തമാനം നിർത്തി എല്ലാവരും അങ്ങോട്ട് ഗാഢ ചിന്തയിലാകുന്നു, പ്രാർത്ഥനയിലായി. ഇടയ്ക്കിടയ്ക്ക് ചില സ്വരം കേൾക്കും. അപ്പോൾ എന്താ പിടി കിട്ടുന്നില്ല. അപ്പം നോക്കും. എങ്കിലെനിക്ക് തോന്നി അവരെല്ലാം ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കും, ഞാൻ ഒരു കത്തനാര് കോളറൊക്കെ വെച്ചിരിക്കുക, ഞാൻ നോക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ വീണ്ടും സംയമനം പാലിച്ചു. അത് കഴിഞ്ഞ് അച്ഛന് ഒരു ചെറിയ മെസ്സേജ് പോലെ തോന്നി. ആരോ ബൈബിൾ എടുത്ത് വായിച്ചു, വിചാരിച്ച് അതിനൊരു സന്ദേശം നൽകി, വിശദീകരണം നൽകി. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്, ഓരോ കാര്യങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ്. അപ്പോൾ വിചാരിച്ച് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരികയാണ്, ഇന്ത്യ ഹൈന്ദവ രാജ്യമാണ്, നമുക്കൊരു മാനസിക പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുഴുവൻ ഞാൻ അംഗീകരിച്ചിട്ടൊന്നുമല്ല, എങ്കിൽ തോമാസ് ശ്രീയ വന്ന കാര്യമൊക്കെ ഞാൻ സൂചിപ്പിച്ചു അവരോട്. അതായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ മുട്ടുകുത്തി, ഇവരെല്ലാം അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ചില കൈയിട്ട് വിയർപ്പിക്കുക. അപ്പോൾ തമാശയായിട്ട് തോന്നിയെങ്കിലും പ്രാർത്ഥനയല്ലേ, ഞാനത് അവരെ സംശയിക്കാൻ മേലോ എന്ന് കരുതി ഞാനത് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നു. അത് കഴിഞ്ഞ് എല്ലാവരും പോയി വിചാരിച്ച് താക്കോല് തന്നു അടച്ചിട്ട് വരാൻ വേണ്ടി. അപ്പോൾ ഈ മനുഷ്യൻ കാത്തിരിക്കുക അവിടെ. ഞാൻ പറഞ്ഞു ആരെ പോണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സോറി ഫാദർ, പുള്ളി വരാനുണ്ട്, വീട്ടിൽ നിന്ന് ആരെ വരാനുണ്ട്. നോക്കിയപ്പോൾ പുള്ളി കംപ്ലീറ്റ് ജന്മന അന്ധനാണ്. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് നയിച്ചയാൾ, പാട്ട് പാടുന്നയാൾ, പാട്ട് പാടുന്ന ലീഡർ, നേതാവുണ്ട്. പക്ഷെ ഇയാൾ മ്യൂസിക്കിൻ്റെ പ്രാക്ടീസ് ചെയ്ത ആളാണ്, ഗിറ്റാർ വിട്ട് പാടുന്നത്. അപ്പോൾ അടുത്തിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ ജന്മന അന്ധനാണ്, ഡോക്ടർമാരൊത്തി ചികിത്സിച്ചു, ഭേദമായില്ല, അങ്ങനെ അല്പം ഭക്താശമാതിരി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാൾ പറയുക, ഞാൻ ചോദിച്ചു കാണാൻ മേലാത്തതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു, വിഷമമുണ്ടോയെന്ന്. അപ്പോൾ അയാൾ ഇങ്ങനെ തപ്പി അവരുടെ കൈ പിടിച്ച് പറയാം, ഫാദർ ഈവൺ ദോ ഐ കനോട്ട് സീ യു, ഐ ക്യാൻ ഹിയർ യുവർ വോയിസ്, ഐ ക്യാൻ ടച്ച്, വെൻ ഐ ടച്ച് യു ഐ ക്യാൻ ഫീൽ ദി വാർത്ത് യുവർ ബോഡി. അത് അച്ഛൻ എനിക്ക് കാണാൻ മേലെങ്കിലും അച്ഛനെ കേൾക്കാമല്ലോ, അച്ഛനെ കയ്യത്തോട് അച്ഛൻ ചൂട് എനിക്കറിയാമല്ലോ, സ്വൈ പ്രേസിലോട്ട്. അത് എന്നെ വളരെ സ്പർശിച്ചു. കാരണം ഇല്ലാത്തതിനെക്കുറിച്ച് പരിഭവമല്ല, അയാൾ മരിക്കാൻ തയ്യാറായ മനുഷ്യൻ, ആത്മഹത്യ ചെയ്യാനൊക്കെ മാതാക്കന്മാരെ ശപിക്കുമായിരുന്നു, ഞാൻ ജന്മനാന്തരാണെന്ന് കൊന്നു കളയായിരുന്നില്ല പറഞ്ഞതാണ്. പക്ഷേ പ്രാർത്ഥനാ മീറ്റിങ്ങിലൂടെ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചും ഈശോയുടെ രക്ഷാകര സ്നേഹവും അതൊക്കെ ഞാനും കൂടുതൽ ആഴമായിട്ട് മനസ്സിലാക്കുന്നപ്പോഴാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ പിന്നീട് അതിനെ വ്യാഖ്യാനിക്കുന്നത് അതൊരു ഇന്നർ ഹീലിംഗ് ആണ്. ബാഹ്യമായ ഫിസിക്കൽ ഹീലിംഗ് നടന്നില്ലെങ്കിലും ആന്തരിക സൗഖ്യം കിട്ടുന്നത്. അത് പിന്നീടുള്ള അച്ഛൻ്റെ ഒരു ആദ്യത്തെ കരിസ്മാറ്റിക് അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ് ഈ വ്യക്തിയുമായിട്ട് അടുപ്പമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആളുടെ ബ്രദേഴ്സ് ആരാണ്ട് വന്നു, ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു, അയാളെ വണ്ടി കയറ്റി എടുത്തു, ഞാൻ റക്സിൽ പോയി. അപ്പം അന്ന് അവിടെ വിതരണം ചെയ്ത കുറേ ലഘുലേഖകളും ഫ്രീയാച്ചത് ചില പുസ്തകങ്ങൾ വായിച്ച് എനിക്കിതിൻ്റെ ബേസ് മനസ്സിലാക്കണമെന്നാണ്. അപ്പോൾ ഒന്ന് പതിയെ എനിക്കൊരു ഇതിൻ്റെ ചിന്ത, അതിൻ്റെ ബേസ് ആ രീതിയിലാണ്. അപ്പോൾ ബൈബിളിലെ റെഫറൻസ് എനിക്ക് കിട്ടി. 1 Corinthians 14:23-33 വാക്യങ്ങളിൽ വെൻ യു ഗ്യാദർ ടുഗെദർ, സെൻറ്റ് പോൾ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്നെ ചെയ്യണമെന്ന്. വിവിധ വരങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. അതിൽ മറുഭാഷ വരം, ദർശനവരം, വ്യാഖ്യാനവരം, പ്രവചനവരം എല്ലാം ഉണ്ട്. എന്നിട്ട് എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി എന്നുള്ള പ്രയോഗമുണ്ട്. പിന്നെ ആ അധ്യായത്തിലും ലേഖനത്തിലും അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് ഞാനും ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്ന രീതിയിൽ കരിസ്മാറ്റിക് പ്രയർ മീറ്റിങ്ങിൽ 2ാം പ്രാവശ്യം ചെല്ലുമ്പോൾ മിസ്സിസ് ക്രിസ് എന്നുള്ള ആൾ, ഒരു മെല്ലിച്ച ഒരാളിരിപ്പുണ്ട്. ഇത് ആദ്യത്തെ ദിവസം, വെക്കേഷൻ ആദ്യത്തെ ദിവസം. 2ാമത്തെ ആഴ്ചയിൽ ഞാൻ പോയി കൂടുതൽ വിശ്വാസത്തോടെ പ്രയർ മീറ്റിംഗ് പോകുന്നു. പ്രയർ മീറ്റിംഗാണ് അവിടെ സാധാരണ. ധ്യാനം എന്നുള്ളത് ഇപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പ്രയർ മീറ്റിങ്ങിലൂടെ സെമിനാർ പോലെ നടത്തിയിട്ടാണ് ഇതിൻ്റെ ആഴമായ അനുഭവത്തിൽ വരിക. അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ അവൾ പ്രേസ് ചെയ്യാൻ തുടങ്ങി. പറഞ്ഞു മിസ് ക്രിസ് ലുക്കേമി ബാധിച്ച ആളാണ്, ഉപേക്ഷിക്കപ്പെട്ട കേസാണ്, വേദന മാറാൻ വേണ്ടി ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ ഷിഫ്റ്റ് അനുസരിച്ച് അതിനവർ പറയുന്നത് സോക്കിംഗ് പ്രയർ എന്നാണ്, മാറി മാറി ഗ്രൂപ്പ് വരും. അങ്ങനെ ഗാഠമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ പതിവുള്ള ചെക്കപ്പ് ഡോക്ടർ വന്നിട്ട് പറയുക, ദർ ഈസ് നോ സിംറ്റം ഓഫ് എനി സോർട്ട് ഓഫ് സിക്നസ്, ഇറ്റ് ഈസ് ബിയോണ്ട് അവർ സയൻസ്. ഇത് ഞങ്ങളുടെ സയൻസിന് അതീതമാണ്, അപ്പുറമാണ്, ദൈവം സുഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ലോർഡ് എല്ലാവരും. അപ്പോൾ അതാണ് എൻ്റെ 2ാമത്തെ അനുഭവം.
അവിടെ മുറയ്ക്ക് ശാരീരിക സൗഖ്യമാണ്, ഹീലിംഗ് ഉള്ളതുണ്ടാകും. ആദ്യത്തെ ആൾക്ക് ആന്തരിക സൗഖ്യം, ആന്തരിക സൗഖ്യമാണ്. ഇതൊക്കെ ഞാൻ പിന്നീട് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതാണ്. സത്യം അതാണ്. കാരണം ആദ്യത്തേൽ ഫിസിക്കൽ ഒന്നും നടന്നിട്ടില്ല, പക്ഷേ അയാൾക്ക് ആ വലിയ കൺവേർഷൻ ദൈവം വരുവാനുള്ള ആശ്രയം. മറ്റേത് ഫിസിക്കൽ ഹീലിംഗ് തന്നെ കിട്ടി. അവളുടെ കുടുംബം, ഒരു കൊച്ചുമോനും ഭർത്താവും ഉണ്ട്. അന്ന് കൊച്ചുമോനെ സ്കൂളിലാക്കിയിട്ട് ഇയാൾ ജോലിക്ക് പോകും, എന്നിട്ട് വൈകിട്ട് വരും. അപ്പോൾ ഹോസ്പിറ്റൽ മുറി ഇയാൾ വീട് പോലെ കഴിഞ്ഞ മാസങ്ങൾ പലതുമുണ്ട്. പക്ഷെ അവിടെ ഇത് പിന്നീട് അച്ഛനെ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടാനോ അങ്ങനെ വല്ലതും പ്രേരിപ്പിച്ചു? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് എനിക്ക് കിട്ടിയ അറിവും പഠനവും നടത്തി. ഞാൻ അവിടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ ഫീസായിട്ടോ അല്ലെങ്കിൽ ശമ്പളമായിട്ട് കിട്ടിയതിൻ്റെ മഹാഭൂരിപക്ഷം പുസ്തകം കാശ് പുസ്തകമായിട്ടോ മേടിച്ച് കരിസ്മാറ്റിൻ്റെ. ഈ അടുത്ത കാലം ഞാൻ എമ്മാവസ് കൊടുത്തിരിക്കുക, 100 ചില്ല പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വലിയ അനുഭവം. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സഭയുടെ പൊതുവായ റിന്യൂവൽ പ്രോഗ്രാം നടക്കുക. കേരളത്തിൽ വന്ന് 76 അവസാനം ഡിസംബറിൽ. ഇപ്പോൾ ഇവിടെ നവീകരണ പരിപാടി നടക്കുക. അപ്പോൾ എന്നെ ടീമിൽ ചേർത്തു. അപ്പോൾ ഞാൻ ടീമിൽ തിയോളജി ഓർ റിലീജിയസ് ലൈഫിൻ്റെ ക്ലാസ്സുകൾ എടുക്കും. പിന്നെ ഒരു എക്സ്ട്രാ കോഴ്സ് എന്ന രീതിയിൽ പ്രയർ മീറ്റിംഗ് എന്താണെന്ന്. അപ്പോൾ കരിസ്മാറ്റിയെക്കുറിച്ച് അധികം പേര് അറിയില്ലായിരുന്നു. അപ്പോൾ അത് അനുഭവം പറഞ്ഞു. അങ്ങനെയാണ് 77 ആരംഭത്തിലാണ് ഞാൻ ഫാദർ റൂഫസിൻ്റെ ധ്യാനം ഫെബ്രുവരിയിൽ BLM-ൽ, അദ്ദേഹം കേരളത്തിൽ അച്ഛന്മാർക്ക് വേണ്ടി മാത്രം നടത്തിയ ധ്യാനമാണ്, അതിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് കൈ പ്രാർത്ഥന നടത്തിയിട്ട് പറഞ്ഞു, ജോസ് യു ഹാവ് ഓൾ ദി കാരിസം, യു ഹാവ് ടു പ്രീച്ച്, എന്നോട് പ്രീച്ച് ചെയ്തെന്ന് പറഞ്ഞു. ഇന്നാൾ വരെ അദ്ദേഹം മരിക്കുന്നതുവരെ ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ്. ഞാൻ ബോംബെ പോകുമ്പോൾ അദ്ദേഹം കാണുക, അല്ലെങ്കിൽ വിളിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ പ്രയർ മീറ്റിങ്ങിൽ ടോക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ നാട്ടിൽ വന്നാലും. പിന്നെ അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ അച്ഛന്മാർക്ക് മറ്റൊക്കെ ഞാൻ പലപ്പോഴും പ്രീച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാൻ ഒരു കാലത്ത് ഞാനായിരുന്നു പ്രധാനം ചെയ്തത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ ശക്തിയോടെ ഈ പുരോഹിതനെ ഏറ്റെടുത്തു. പുതിയ ചൈതന്യവും പുതിയ ശക്തിയും നിറച്ചു. വരങ്ങളാലും ദാനങ്ങളാലും ഉജ്ജ്വലിപ്പിച്ചു. മുഴുവൻ സമയവും വലിയ കരുത്തോടെ പ്രവർത്തിക്കുവാനും യുഗാന്ത്യ ശുശ്രൂഷയ്ക്കായി നവീകരണ സമൂഹത്തിനെ ഒരുക്കുവാനുമുള്ള വലിയ കൃപ ഈ അഭിഷിക്തനിൽ നമ്മുടെ ദൈവം ചൊരിഞ്ഞു. വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന ആഹ്വാനത്താൽ ശിഷ്യ സമൂഹത്തെ വിളിച്ചു ചേർത്ത ആ വലിയ മുക്കുവൻ്റെ പുറകെ ഒന്നും പ്രതീക്ഷിക്കാതെ ആത്മാക്കളെ തേടി വലയുമായി പോകുവാൻ ഈ കൃപകൾ ആവോളം മതിയായിരുന്നു. സാധാരണഗതിയിൽ ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടുമ്പോൾ ഒരു വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടാകുന്നു എന്നാണല്ലോ. അങ്ങനെയാണ് ആളുകൾ കരിസ്മാറ്റിക് നവീകരണ അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പം അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഇവിടെ ആദ്യത്തെ ഒരു ധ്യാനം റൂഫസ് അച്ഛൻ്റെ ധ്യാനം കൂടിയായിരുന്നു. അച്ഛന് ഉണ്ടായ ഒരു വ്യക്തിപരമായ ഒരു ദൈവാനുഭവം, അതിൽ നിന്ന് അച്ഛനൊരു ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കും? ഒരു കാര്യം, അന്ന് ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഞങ്ങളുടെ പരിപാടിക്ക് വന്നത്. പരിപാടി നടക്കുമ്പോഴേ പോയി അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടാണ് പോകുന്നത്. അന്ന് ഞാൻ ചെല്ലുമ്പോഴും അദ്ദേഹം ക്ലാസ് കഴിഞ്ഞ് ഇന്നർ ഹീലിനെ കുറിച്ച് എന്നോട് കുറച്ച് കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നർ ഹീൽ പ്രാർത്ഥനയുണ്ട്. അന്നാളിൽ രാത്രി മുഴുവൻ ആരാധനയുള്ള ഒരു ദിവസം ഉണ്ടാവും. ഞാനത് ധ്യാനത്തിനിടയിൽ ഒരു രാത്രി ആരാധന, അത് ഫാസ്റ്റിങ് അല്ലെങ്കിൽ ഇന്നർ ഹീലിംഗ് ദിവസം ഒക്കെ ആയിരിക്കാമെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിന് കിട്ടിയ ഇന്നർ ഹീലിനെക്കുറിച്ചുള്ള അവബോധം ആണ് എൻ്റെ ജീവിതത്തിലും മുൻകാലാനുഭവങ്ങളെ, വ്രണിതാനുഭവങ്ങളെ, ഭീതി, ആശങ്ക, ഉത്കണ്ഠ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ള മേഖലകളിൽ അനിതര സാധാരണമായ സൗഖ്യം കിട്ടിയ അനുഭവം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അതിന് വെളിച്ചത്തിലായിരിക്കാം കൂടുതൽ പറയുക. പ്രയർ മീറ്റിങ്ങിൻ്റെ ആവശ്യകത, അതിൻ്റെ സ്ട്രക്ചർ, അതിലുണ്ടാകാനിടയുള്ള സാധ്യമായ അനുഭവങ്ങൾ, പിന്നെ ഇന്നർ ഹീലിംഗ്. പിന്നെ പുസ്തകത്തിലായിരുന്നാലും അത് വിശദമായ ലേഖനം എഴുതുന്നത്. അച്ഛനെ ഇപ്പോൾ ഇന്നർ ഹീലിംഗ് ഒരു ആന്തരിക സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ചേഞ്ച് ഉണ്ടാകുമല്ലോ. അപ്പം അച്ഛൻ അങ്ങനെ ഒരു മുമ്പും പിമ്പും എന്ന് പറയാവുന്ന ഒരു ആന്തരിക സൗഖ്യം എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെയായിരുന്നു, കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയായി എന്ന് പറയാവുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ? എനിക്ക് തോന്നുന്നത് പൊതുവെ എല്ലാവരും ഒരു റിജോയ്സിങ്, ഏത് അവസരത്തിലും താങ്കിങ് ജീസസ്, ഈശോയെ നന്ദിയെന്ന് സ്വരത്തിൽ പറഞ്ഞില്ലെങ്കിലും അകത്ത് പറയാൻ പറ്റുന്നത്. ഇതേ അനുഭവം തന്നെ ഞാൻ കൗൺസിലിംഗ് ഇപ്പോൾ സാധാരണ ചെയ്യുന്നതാണ്. ഈ പ്രീച്ചിങ് വേളയിൽ അതിന് ഊന്നൽ കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് ഈ കെട്ടുപാട് അഴിയുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യം, ലൈറ്റാകുന്നു മനുഷ്യൻ, വെയിറ്റ് മാറുന്നു, കനമില്ലാത്ത മനുഷ്യനാകുന്നു.
അത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാൻ അച്ഛനും അത് വ്യക്തിപരമായിട്ട് അനുഭവിച്ചതാണ്. തീർച്ചയായിട്ടും. തീർച്ചയായും. യാത്ര പോകാൻ എനിക്ക് വലിയ ആങ്സൈറ്റി ഇല്ല. അപ്പോൾ നേരത്തെ ഇതുപോലെ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ മറ്റേത് ഒത്തിരി നേരം ഒരുങ്ങണം, അവിടെ വിളിച്ചു ചോദിക്കണം, എഴുത്തെഴുതണം. അപ്പോൾ അങ്ങനെയല്ല, വരുന്ന പോലെ പറ്റും. തൃശ്ശൂർക്കാർ ഭാഷ കിട്ടുന്ന വണ്ടിക്ക് പോയിട്ട് അങ്ങനെ മലബാർ ഒത്തിരി ഇതാണ് നടത്തുക. ഏത് വണ്ടി, അത് ഏതാ നേരത്തെ ഇല്ല, ഏതാ സൂപ്പർ ഫാസ്റ്റ്, അത് നോക്കാറില്ല. വെറുതെ സമയം കളയുന്നത് കിട്ടുന്ന വണ്ടിക്ക് വരുമ്പോൾ. അപ്പോൾ അതിലൊക്കെയാണ് ഈ സിമ്പിൾ ലൈഫാണ്. എൻ്റെ ജീവിതത്തിലൊരു അസാധാരണത്വം, സ്ട്രെയിഞ്ച്, എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത് ഞാൻ കാണുന്നില്ല. സാധാരണ പടിയുള്ളതിൽ എന്തോ അസാധാരണത്വം, അതൊരു പ്രത്യേകതയാണ് ഞാനിപ്പോൾ എൻ്റെ തന്നെ വിലയിരുത്തുമ്പോൾ കാണുക. എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുക എന്ന നവീകരണ ബോധ്യം ഈ വൈദികൻ നമുക്ക് കാണിച്ചു തരുന്നു. ആദ്യകാലം മുതൽ ജീവജ്വാലയിലും മറ്റ് ആത്മീയ പ്രസിദ്ധീകരണങ്ങളിലും ആത്മാഭിഷേകം നിറഞ്ഞ ലേഖനങ്ങൾ എഴുതുവാനും അതുവഴി നമ്മെ നേർവഴിയിൽ നടത്തുവാനും ഈ വൈദികൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. സ്വയം ബലിയായി കാൽവരിയിൽ പകുത്തു നൽകിയ തൻ്റെ ഗുരുവിൻ്റെ ചാരെ ഒരു ബലിയായി ഈ ജീവിതം മാറ്റപ്പെടുന്നു. അപ്പോൾ അച്ഛൻ ഈ ധ്യാനം കൂടി അച്ഛന് വ്യക്തിപരമായൊരു ആന്തരിക സൗഖ്യാനുഭവമൊക്കെ ഉണ്ടായി. നമ്മൾ പറയുമല്ലോ, കരിസ്മാറ്റിക് നവീകരണ അനുഭവം നിലനിർത്താൻ, ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അത് നിലനിർത്തുക. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി അച്ഛൻ സ്വീകരിച്ച രീതി എന്തായിരിക്കും? പ്രയർ ഗ്രൂപ്പ്, വ്യക്തിപരമായ മറ്റു കാര്യം എന്തായിരിക്കും അച്ഛൻ സ്വീകരിച്ചൊരു രീതി? ഈ സാധാരണഗതിയിൽ നമ്മൾ കേരളത്തിൽ തന്നെ ഈ നവീകരണത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായി പറയുന്ന കോൺസ്റ്റൻസ് ജീനോച്ചൻ നേതൃത്വം കൊടുത്ത കാലത്തൊക്കെ പറയരുത്. ഞാനതിനെ പരിഭാഷപ്പെടുത്തി സ്ഥായി ഘടകങ്ങൾ. അപ്പോൾ പേഴ്സണൽ പ്രയർ അത് മിക്കവാറും മണിക്കൂറുകളില്ലെങ്കിലും ഐ സ്റ്റിക്ക് ഓൺ ദാറ്റ്. ബൈബിൾ വായനയില്ലെങ്കിലും ബൈബിൾ ദിവസവും തന്നെ ഏതെങ്കിലും പ്രകാരത്തിൽ, ഇപ്പോൾ കുർബാനയ്ക്ക് ഹോമിലി പറയണമെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും വായിക്കും. തലേദിവസത്ത് വായിക്കും, പിറ്റേ ദിവസത്ത് വായിക്കും, പിന്നെ കുർബാനയ്ക്ക് വായനയായി. ആ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈമേറ്റ് എനിക്ക് മുടങ്ങാൻ നൽകാൻ പറ്റുന്നില്ല. പക്ഷേ ഞങ്ങൾ മാസം പ്രതി ഇപ്പോഴത്തെ ഞാൻ താമസിക്കുന്ന അവിടെ സർവീസിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അത് 1-1.5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. പിന്നെ പറ്റുന്നിടത്ത് പോകുന്നുള്ളൂ. അല്ല ഇതിനു വേണ്ടി പോകാൻ ഇപ്പോഴത്തെ രീതിയിൽ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മാതാവിനുള്ള ഭക്തി അതൊരു അസാധാരണം എനിക്ക് തോന്നുന്നു. അങ്ങനെയായിരിക്കും മാതാവിൻ്റെ ഫാത്തിമ രൂപം കേരളത്തിൽ 2003 ഒരു 76 ദിവസം നിർമ്മിക്കുന്നു. അപ്പോൾ ജന്മന കിട്ടിയെന്ന് തോന്നുന്ന ആ ഒരു മാതൃഭക്തിയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോഴും മാതാവ് ഡിഫെൻഡ് ചെയ്യാനും കാത്തലിക് ചർച്ചിൻ്റെ മുഖമുദ്രയിൽ പെടുന്ന ആണ് മാതൃഭക്തി. അതെനിക്ക് പറയാൻ സാധിക്കും എവിടെയായിരുന്നാലും. പക്ഷേ അച്ഛൻ്റെ ഈ ഒരു വ്യക്തിപരമായ അച്ഛൻ്റെ ഒരു യേശു അനുഭവം, പ്രത്യേകിച്ച് ആദ്യം അച്ഛന് അമേരിക്കയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വെച്ച് കണ്ടത് മുതൽ അച്ഛനുണ്ടായൊരു വ്യക്തിപരമായ യേശു അനുഭവം, തുടർന്ന് അച്ഛൻ കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ അച്ഛൻ കണ്ട ഒരു ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം, തീർച്ചയായിട്ടും ആ അനുഭവമാണ് അച്ഛനെ കേരളത്തിൽ വർഷങ്ങളായിട്ട്, ഇന്നിപ്പോൾ 40 കൊല്ലത്തോളമായി കരിസ്മാറ്റിക് നവീകരണത്തിൽ നിലനിൽക്കുന്ന ഒരാളായിട്ട്, ആർക്കും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയായിട്ട്, പാലാട്ടിയച്ഛൻ, ജോസ് പാലാട്ടിയച്ഛൻ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അച്ഛനെ കാണുന്നത് പക്വതയുള്ള, ഞങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു അച്ഛനായിട്ടാണ്. അത്തരത്തിൽ അച്ഛനെ നിലനിർത്തിയത് അച്ഛൻ്റെ ദൈവാനുഭവമാണ്. അച്ഛൻ്റെ ഈ ദൈവാനുഭവം ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛൻ പങ്കുവച്ചതിൽ എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും അച്ഛനെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. കരങ്ങളിൽ ജപമാലയുമേന്തി ഹൃദയത്തിൽ ആത്മാവിൻ്റെ ദീപനാളവും പേറി സുവിശേഷത്തിൻ്റെ കർമ്മഭൂമിയിൽ തളരാതെ ഈ വൈദികൻ സഞ്ചരിക്കുന്നു. കേരള നവീകരണത്തിൻ്റെ ചരിത്രത്താളുകളിൽ പ്രകാശമേറിയ നാളുകൾ നൽകിയ ഈ വൈദികൻ ഇന്നും വചനവേദികളിലും നവീകരണ കൂട്ടായ്മകളുടെ കർമ്മരംഗങ്ങളിലും നിറഞ്ഞ സാന്നിധ്യമാകുന്നു. ഒരു ജനതയെ ഒന്നായി ആത്മാഭിഷേകത്തിൻ്റെ പുതിയ തീരങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ ഈ വൈദികന്റെ പങ്കുവെക്കലുകൾ തുടരും. വചനം ഏകുവാനൊരു സാക്ഷ്യം
സൗഖ്യം. ഞാൻ നിനക്കായി പോകാം, ഞാൻ നിനക്കായി പോകാം, ആകുവാൻ നിൻ വചനം